ഹലോ. ഇപ്പം നമ്മൾ ഫ്രെയിം അനാലിസിസിലെ ബീമിൻ്റെയും ഫ്രെയിമിൻ്റെയും ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ ബീമിൻ്റെയും ഫ്രെയിമിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാൻ തരുന്നതാണ്, കുറച്ച് ഫ്രെയിമിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനാലിസിസ് ഓഫ് ട്രസ്സാണ്. ട്രസ് അനാലിസിസ് ബൈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ട്രസ് അനാലിസിസ് എന്ന് പറയുന്നത് ട്രസ് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ട്രസ് മെമ്പർ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ ഫോഴ്സ് മെമ്പറാണ്. അതായത് ട്രസ് മെമ്പറിൻ്റെ അകത്ത് ആക്സിയൽ ഫോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ, കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ്, അതാണ് ഒരു ട്രസ് മെമ്പറിൽ ഉണ്ടാകുന്നത്. ട്രസ് മെമ്പറിന് ബെൻഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ട്രസ് മെമ്പറിൽ ഉണ്ടാവില്ല. ട്രസ് മെമ്പറിന് അതുകൊണ്ട് നമ്മൾ ആക്സിയൽ മെമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആക്സിയൽ ഫോഴ്സ് മാത്രമേ അതിന് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ട്രസ് മെമ്പറിൻ്റെ അകത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ട്രസ്സിൻ്റെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രസ് മെമ്പറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടിനാണെങ്കിൽ നമുക്ക് ഫിക്സഡ് സപ്പോർട്ടിന് വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ ട്രസ് മെമ്പറിൻ്റെ കേസിലെടുക്കുമ്പോൾ നമുക്ക് ഈ മൊമെൻറ്റ് ഉണ്ടാവില്ല. നമുക്ക് റിയാക്ഷൻ ആർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, അവിടെ ആറിൻ്റെ വാല്യൂ 2 തന്നെ. ഒരു റോളർ സപ്പോർട്ടാണെങ്കിൽ റോളർ സപ്പോർട്ടിന് ഉണ്ടാകുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം, അവിടെ ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രസ് മെമ്പറിൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ ഈ ട്രസ് മെമ്പറിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് എന്താ? ഈ ട്രസ് മെമ്പറിലെ ട്രസ്സിലെ ഓരോ മെമ്പറിലെയും ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഈ ട്രസ് മെമ്പറിൻ്റെ അനാലിസിസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രസ്സിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ടൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രെഡ് എന്ന് വിളിക്കും. ഒരു കംപ്രസീവ് ഫോഴ്സാണ് അല്ലെങ്കിൽ കംപ്രസീവ് മെമ്പർ ആണെങ്കിൽ നമ്മളതിന് സ്ട്രെഡ് എന്നാണ് പറയുന്നത്. സ്ട്രെഡ് എന്ന് പറയും. ഒരു കംപ്രഷൻ ആണെങ്കിൽ, കംപ്രസീവ് മെമ്പർ ആണെങ്കിൽ സ്ട്രെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ടെൻസൈൽ മെമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് ടൈ ബീംസ് അല്ലെങ്കിൽ ടൈ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെൻസൈൽ മെമ്പറിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ടൈ മെമ്പേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതിൽ മെമ്പറിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ട്രസ് മെമ്പറിൻ്റെ കേസിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രസ് മെമ്പറിൻ്റെ കേസിൽ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത് F is equal to വരുന്നത് എന്താണ്, PL/A ആണ്. PL/A ആയിരുന്നു. അതിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് ഫ്ലെക്സിബിലിറ്റി. സോ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് F is equal to എന്ത് വരും, നമുക്ക് L/A എന്നാണ് വരിക. ഓക്കെ, L/A ആണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത്. അതാണ് L/A. ഇവിടെ ഇത് L ആണ്, L/A ആണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നോക്കുക, L/A ആണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത് ട്രസ്സിൻ്റെ കേസിൽ. ഓക്കെ, അല്ലെങ്കിൽ L/A 1 എഴുതാം നമുക്ക് സിമ്പിളായിട്ട്. ഓൾറെഡി ചെയ്തതാണ് L/A 1, ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രസ് മെമ്പറിൻ്റെ കേസിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. നമുക്ക് എങ്ങനെയാണ് ഒരു ട്രസ് മെമ്പറിൻ്റെ അനാലിസിസ് എന്നുള്ള കാര്യം നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ ബീമിലും ഫ്രെയിമിലും ചെയ്തതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രസ്സിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ ട്രസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മെമ്പറിലെ ഫോഴ്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളതിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ മെമ്പറിലെ ഫോഴ്സസ് കണ്ടുപിടിച്ച് നമ്മൾ റിഡൻഡൻസിനും അതുപോലെ തന്നെ നമ്മളെ അനാലിസിസ് സിസ്റ്റം കോർഡിനേറ്റ്സിനും നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് MOSൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ട്രസ് അനാലിസിസിനകത്ത് നമ്മൾ എന്താണ് മെത്തേഡ് ഓഫ് ജോയിൻറ്റ് പഠിച്ചിട്ടില്ലേ? അതായത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് അറ്റ് പോയിന്റ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഓഫ് ജോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മളതിൽ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ പിൻ ജോയിൻറ്റഡ് ഫ്രെയിം ബൈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. ദ ഫോഴ്സസ് ഇൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് എന്നാണ് ഇവിടെ. And find out the forces in the member. L/A is a unity.
അതിൻ്റെ L/A എന്ന് പറഞ്ഞ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രസ്സിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പിൻ ജോയിൻറ്റഡ് ഫ്രെയിം എന്നാണ് ഡ്രസ്സിൻ്റെ വേറൊരു പേര്. ഓക്കെ, പിൻ ജോയിൻറ്റഡ് ആയിരിക്കും. അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് പിൻ ജോയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ഒറ്റൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനാണ് പിൻ ജോയിൻറ്റഡ് എന്ന് പറയുന്നത്. ആ പിൻ ജോയിൻറ്റഡ് 2 റിയാക്ഷൻസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ 3 മെമ്പറുണ്ട്. മെമ്പർ ABC, ഇവിടെ ഈ ആംഗിൾ 30, ഇവിടെ ആംഗിൾ 30, ഇത് 60 ആണ്. ഓക്കെ, ഇതാണ് ലോഡ്. അതിൽ ലോഡ് P എന്ന് പറയുന്ന ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. ഒരു ഡ്രസ് മെമ്പറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? M+R - 3J. അതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. M+R - 2J. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്, R നമ്പർ ഓഫ് റിയാക്ഷൻസ്, J നമ്പർ ഓഫ് ജോയിൻസ്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ഫ്രെയിമിൻ്റെ കേസിൽ, ഡ്രസ്സിൻ്റെ കേസിൽ നമുക്ക് 3 മെമ്പർ ഉണ്ട്. സോ M = 3. റിയാക്ഷൻ R എന്ന് പറയുന്നത് അതിൻ്റെ സപ്പോർട്ടിൽ റിയാക്ഷൻസ്. നമ്മളിവിടെയുള്ള ഈ ഡ്രസ്സിൻ്റെ കേസിൽ നോക്കാം, ഇതാണ് സപ്പോർട്ട്, 3 സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ടിന് നമുക്കിതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇതിനെ നമുക്ക് ഹിഞ്ചായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫിക്സ്ഡ് ആണെങ്കിൽ സപ്പോർട്ട് ആണെങ്കിൽ തന്നെ ഇവിടെ എന്താണ് ഇതിൻ്റെ കേസിൽ പിൻ ജോയിൻറ്റഡ് ഡ്രസ് അല്ല. അപ്പോൾ ഇത് ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇവിടെ റിയാക്ഷൻ R = 2 ആണ് വരിക. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ ടോട്ടൽ 2 + 2 + 2 6 വരും റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? R = 6, M = 3. ഇനി J എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ്. നമ്പർ ഓഫ് ജോയിൻസ് ഇവിടെ എത്ര ജോയിൻ്റ് ഉണ്ട്? 1, 2, 3, 4. 4 ജോയിൻസ് ഉണ്ട്. 1, 2, 3, 4, 4 ജോയിൻസ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? M+3 + 6 - 2 × J, 2 × 4. അപ്പോൾ വരുന്നത് 3 + 6 - 2 × 4, 9 - 8 ആണ്. വാല്യൂ വരുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുന്നത്. അതിൻ്റെ മീനിങ് എന്താ? ദിസ് ഡ്രസ് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് 1 റിഡൻഡൻറ്റ്. അതായത് ഇതിന് ഒരു റിഡൻഡൻ്റ് ആണ് ഇതിനുള്ളത്, ഒരു റിഡൻഡൻ്റ്. ഇനി നമ്മൾ ഏതിനാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ സെൻറ്ററിലെ മെമ്പറെയാണ് നമ്മൾ ഡ്രസ്സിൻ്റെ കേസിൽ നമ്മൾ മെമ്പറിനെയാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. അതായത് ഇതിന് ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും, എക്സ്റ്റേർണലി ഡിറ്റർമിനേറ്റ് ആയിരിക്കും. ഈ ഡ്രസ് മെമ്പർ എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. അപ്പം ഈ ഡ്രസ്സിൻ്റെ കേസിൽ നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് അതിൻ്റെ മെമ്പറിനെയാണ് റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിൻ്റെ കേസിൽ നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ സെൻറ്ററിലെ മെമ്പറിലാണ്. സെൻറ്റർ മെമ്പർ എന്നത് മെമ്പർ B. അപ്പോൾ മെമ്പർ ബിനെയാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതാണിത്, ഈ മെമ്പർ ബിനെയാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. അതിനെ നമ്മൾ X1 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, റിഡൻഡൻ്റ്. അപ്പോൾ നമ്മൾ ബീമിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു ഡ്രസ് മെമ്പർ മിക്കവാറും ഇൻറ്റേർണലി എപ്പോഴും ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആയിരിക്കും, ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഡ്രസ് മെമ്പറിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ മെമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി 3 മെമ്പറുണ്ട്. 3 മെമ്പറിൽ നമുക്ക് റിഡൻഡൻ്റ് ആയിട്ട് ഏത് മെമ്പർ എടുക്കണം എന്ന് വെച്ചാൽ സെൻറ്ററിൽ വരുന്ന മെമ്പറിനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും എളുപ്പമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്പർ X1നെ നമ്മൾ മെമ്പർ ബിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണ് ഇവിടെ മെമ്പർ ബിന് X1 എന്ന് പറയുന്നത് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. പിന്നെ ഇവിടെ ഇതിൻ്റെ റിയാക്ഷൻസ് കാണിച്ചാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ കോർഡിനേറ്റും സിസ്റ്റം കോർഡിനേറ്റും. ഓക്കെ, അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ കേസിൽ നമ്മൾ അനാലിസിസ് സ്ട്രക്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളെ പിൻ ജോയിൻറ്റഡ് സപ്പോർട്ടിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാണോ ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മളിതിൻ്റെ അനാലിസിസ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിൻ്റെ കേസിൽ നമുക്ക് P എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സിനെ മാത്രം നമ്മൾ അനാലിസിസ് സ്ട്രക്ചറായിട്ട് എടുത്താൽ മതി.
ഇതിനെ മാത്രം നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് നമ്മൾ അൺനോണായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്കിവിടെ R1 മാത്രമേ ഉണ്ടാവും. ഇവിടെ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സേ തന്നിട്ടുള്ളൂ, ഹൊറിസോണ്ടൽ ഫോഴ്സേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് R1 മാത്രം എടുക്കുക. ദെൻ സ്ട്രക്ചർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിഡൻഡൻറ്റ് X1 ഏതാണോ എടുത്തിരിക്കുന്നത് അതായിരിക്കും സ്ട്രക്ചർ കോർഡിനേറ്റ്. ഇനി സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അനാലിസിസ് സ്ട്രക്ചറിനെ സ്ട്രക്ചർ കോർഡിനേറ്റിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പോൾ അനാലിസിസ് സ്ട്രക്ചറിനെ സ്ട്രക്ചർ കോർഡിനേറ്റിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്കിവിടെ X1 എന്ന് പറയുന്ന മെമ്പറിൽ സ്ട്രക്ചർ കോർഡിനേറ്റും R1 എന്ന് പറയുന്നത് അനാലിസിസ് സ്ട്രക്ചറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം തന്നതിൽ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബീമിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ബീമിൽ നമ്മൾ പഠിച്ച അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അതിനകത്ത് മെറ്റീരിയൽ എന്താണ് തന്നിരിക്കുന്ന മെറ്റീരിയൽ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതിനേക്കാൾ ചെറിയൊരു ഡിഫറൻസ് മീൻസ് ഓർഡർ മാറിയിട്ടൊക്കെ ഉള്ളത്. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ കറക്റ്റ് മറ്റേ സ്റ്റെപ്പിൽ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യാൻ നമുക്ക് BR മെട്രിക്സ് ആൻഡ് BX മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ BR മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിഡൻഡൻറ്റ് നമ്മൾ അൺനോൺ റിയാക്ഷൻ, നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് അൺനോൺ റിയാക്ഷൻ ഏതാണോ അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. നമ്മൾ R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ R1 നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കേസിൽ നമ്മൾ സെക്കൻഡ് മെമ്പർ ബീനെ നമ്മൾ റിഡൻഡൻ്റ് ആക്കി എടുത്തു. സോ നമ്മൾ ആ മെമ്പറിനെ നമ്മളിനി കൺസിഡർ ചെയ്യേണ്ട. അപ്പം നമ്മളെ കേസിൽ ഈ ഫ്രെയിമിൻ്റെ കേസിൽ രണ്ട് മെമ്പേഴ്സേ ഉള്ളൂ, മെമ്പർ എയും മെമ്പർ സിയും. മെമ്പർ ബി എന്ന് പറയുന്ന മെമ്പർ കൺസിഡർ ചെയ്യേണ്ട. സോ മെമ്പർ ബിയിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ മെമ്പർ ബിയിലെ ഫോഴ്സ് ദാറ്റ് ഈസ് FB ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ FB ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെമ്പർ ബിയിലെ ഫോഴ്സ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് രണ്ട് മെമ്പറേ ഉള്ളൂ, മെമ്പർ A ആൻഡ് മെമ്പർ C എന്ന് പറയുന്ന രണ്ട് മെമ്പർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ R1 ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ജോയിൻറ്റ് O കൺസിഡർ ചെയ്യാം. ഈ ജോയിൻറ്റ് Oയിലുള്ള ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മളതിൻ്റെ ഓരോ മെമ്പറിലെയും ഫോഴ്സ് കണ്ടുപിടിക്കാം. ആ ഓരോ മെമ്പറിലെയും ഫോഴ്സ് ആയിരിക്കും അതിൻ്റെ BR മെട്രിക്സിലെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ BR മെട്രിക്സിലെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇൻക്ലൈൻഡ് മെമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻക്ലൈൻഡ് മെമ്പർ ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സുമായിട്ട് റിസോൾവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റത്തെ മെമ്പർ A എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. സോ കീപ് ഇറ്റ് ഈസ് എസ് എച്ച്. അതുപോലെ തന്നെ നമ്മൾ അത് വെക്കുക. ദെൻ മെമ്പർ C ഈസ് എ ഇൻക്ലൈൻഡ് മെമ്പർ ആൻഡ് ഇറ്റ് മേക്ക് എൻ ആംഗിൾ 60 വിത്ത് ദ ഹൊറിസോണ്ടൽ ആംഗിളായിട്ട് 60 ആണ് ഇത് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, FC എന്ന് പറയുന്നത് ഈ തേർഡ് മെമ്പർ. അതിലെ ഫോഴ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ FCൻ്റെ ഈ ഹൊറിസോണ്ടൽ ആംഗിൾ 60 ആണ്. സോ എന്തായിരിക്കും, ഈ ആംഗിളും 60 ആയിരിക്കും വരിക. ഓക്കെ, ആ ആംഗിൾ 60 വരും. സോ ഈ ഇൻക്ലൈൻഡ് മെമ്പറാണ് FC. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ വരിക, FC ഇൻറ്റു cos 60 വരും. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് FC ഇൻറ്റു sin 60. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്, നമ്മളെപ്പോഴും ഡയറക്ഷൻ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് പോസിറ്റീവും കംപ്രസീവ് ഫോഴ്സ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എപ്പോഴും ജോയിൻറ്റിൽ നമ്മൾ ഏത് ജോയിൻ്റാണോ കൺസിഡർ ചെയ്യുന്നത് ആ ജോയിൻറ്റിൽ നിന്ന് ടെൻസൈൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ എടുക്കുക. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഇവിടെയാണ് നമ്മൾ ജോയിൻറ്റ് O, ഇങ്ങനെയാണ് മെമ്പർ ഉള്ളത്, ഇങ്ങനെയാണ് നമ്മളെ മെമ്പർ ഉള്ളത്. സോ ഈ മെമ്പർ Oയിലേക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യണം. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് FA ആൻഡ് ദിസ് ഈസ് FC. ഓക്കെ, ദിസ് ആംഗിൾ 60 ഡിഗ്രി. അപ്പം എന്താ വരിക, ഇതിൻ്റെ ഈ FCൻ്റെ റിസോൾവ് ചെയ്യുമ്പോൾ FCൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതേ ഡയറക്ഷനിൽ തന്നെ എന്ത് വരും, FC ഇൻറ്റു cos 60. ഓക്കെ, ആൻഡ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈസ് FC ഇൻറ്റു എന്താ വരിക, sin 60 വരും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. അപ്പോൾ ഡയറക്ഷൻ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിൻറ്റിലേക്ക് ടെൻസൈൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് R1 ഈക്വൽ ടു 1 കൊടുക്കുക. ദെൻ സിഗ്മ H ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് അറ്റ് ജോയിൻറ്റ് O ഈക്വൽ ടു 0.
ഓക്കെ, അപ്പോൾ എന്താ പറയുക, ജോയിൻറ്റ് O കൺസിഡർ ചെയ്തിട്ട് അവിടെ ടോട്ടൽ ഹൊറിസോണ്ടൽ എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത്? ഒരു 1 kN ഉണ്ട്, അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. സോ ദാറ്റ് +1 എടുക്കുക. ദെൻ FC × cos 60 ഉണ്ട്, അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. സോ -FC × cos 60 എടുക്കുക. ദെൻ ഇവിടെ FA ഉണ്ട്, FAൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനാണ്. സോ ഇറ്റ്സ് -FA എന്ന് എടുക്കുക, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്? നമുക്ക് ഇക്വേഷൻ വരുന്നത് 1 - FA - FC cos 60 = 0. 1 - FA - FC cos 60 = 0 എന്നായിരിക്കും നമ്മുടെ എന്ത് വരിക, ഇക്വേഷൻ വരിക. ഹൊറിസോണ്ടൽ ഫോഴ്സ് σH = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് FAയും FCയും രണ്ട് വാല്യൂ അൺനോൺ ആണ്. സോ നമ്മൾ ആ ഇക്വേഷൻ അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? നമ്മളെ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് = 0, ദാറ്റ് ഈസ് σV = 0 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്തൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയാൻ ഇവിടെ ആകെയുള്ളത് ഈ FCൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റായ FC sin 60 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. സോ മൈനസ്, അപ്പോൾ ടോട്ടൽ σV = 0 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരും? -FC sin 60 = 0. സോ FC = 0 എന്ന് കിട്ടും. FCൻ്റെ വാല്യൂ 0 കിട്ടും. ഈ FCൻ്റെ വാല്യൂ 0 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 - FA - FC cos 60 = 0. സോ അതിനകത്ത് FC = 0 ആണ്. സോ എന്താ നമുക്ക് കിട്ടുന്നത്? 1 - FA = 0 എന്ന് കിട്ടും. 1 - FA = 0 എന്ന് പറയുമ്പോൾ FA = 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് FAൻ്റെ വാല്യൂ കിട്ടി. FBൻ്റെ വാല്യൂ നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് FCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് σV = 0 എന്നുള്ള കണ്ടീഷനിൽ FCൻ്റെ വാല്യൂ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് BR മെട്രിക്സ് എന്തായിരിക്കും? FA1 FB0 0. അപ്പോൾ BR മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? R1 = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മെമ്പറിലെ ഫോഴ്സ് 1 കിട്ടും. സോ 1 വരും. സെക്കൻഡ് മെമ്പറിൽ 0, തേർഡ് മെമ്പറിൽ 0. സോ 1 0 0 എന്നായിരിക്കും നമ്മുടെ BR മെട്രിക്സ് വരുന്നത്. ഇനി നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, നമ്മുടെ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? BX മെട്രിക്സ് ആണ്. അപ്പോൾ BX മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് നമ്മളെടുത്ത സെക്കൻഡ് മെമ്പറാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മെമ്പറിലെ ഫോഴ്സിന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന മെമ്പറിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് x1 ആണ് നമ്മൾ റിഡൻഡൻ്റ് നെയിം ചെയ്തത്. സോ x1 = 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ x1 1 അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് = 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അതായത് റിഡൻഡൻറ്റ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ആ റിഡൻഡൻറ്റ് ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് മെമ്പറാണ്. അതുപോലെ തന്നെ ഈ FC എന്ന് പറയുന്നത് ഇവിടെ FC എന്ന് മാർക്ക് ചെയ്യണം. ഈ ഒരു ഫോഴ്സിന് FC എന്ന് മാർക്ക് ചെയ്യണം. ഈ FC എന്ന് പറയുന്ന ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് മെമ്പറാണ്. അപ്പോൾ ഈ FC എന്ന് പറയുന്ന ഫോഴ്സിനെ, അതുപോലെ തന്നെ ഈ റിഡൻഡൻറ്റ് ആയിട്ടുള്ള x1 എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ ഇൻക്ലൈൻഡ് മെമ്പർ ആയതുകൊണ്ട് അതിനെ രണ്ടിനെ നമ്മൾ റിസോൾവ് ചെയ്യാം. അതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം FCൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഈ ടോട്ടൽ ആംഗിൾ 60 ആണ്. സോ FC × cos 60, അതാണ് ഇവിടെ FC cos 60 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് FC × sin 60. ഡയറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻസൈൽ ഫോഴ്സ് ആയിട്ടാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. സോ FCൻ്റെത് FC cos 60 എന്നും FC sin 60 എന്നും കിട്ടും. ദെൻ ഇവിടെ 1 kN ഒരു 1 ഉണ്ട്. x1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ 1 ഉണ്ട്. അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താ? 1 × cos 60 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 1 × sin 60 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് നമ്മളെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് σV = 0 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് = 0. എന്തൊക്കെയാണ് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്? നമുക്കിവിടെ 1 sin 30 ഉണ്ട്, അതുപോലെ തന്നെ FC sin 60 ഉണ്ട്. സോ രണ്ടും ഡൗൺവേർഡ് ആണ്. സോ മൈനസ് വരും. സോ -1 × sin 30 - FC × sin 60 = 0 എന്ന് വരും. സോ FC = -sin 30/sin 60. നമുക്കറിയാം sin 30 എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിൾ നോക്കുക. sin 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്. സോ -1/2 - sin 30 sin 60 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ FC = -1/√3 എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 എന്നുള്ള കണ്ടീഷൻ. ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 എന്ന് പറയുമ്പോൾ σH = 0. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതിനകത്തുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സും മൈനസ് ഡയറക്ഷനിലേക്ക്. സോ -1 × cos 30 - FA cos 60 - FA = 0. -FC cos 60 - FA = 0. സോ FA എന്ത് വരും? -cos 30 - FC cos 60 എന്ന് വരും.
cos 30 എന്ന് പറയുമ്പോൾ √3/2. സോ -√3/2. cos 60 എന്ന് വെച്ചാൽ എന്താ വരിക 1/2. അപ്പോൾ എന്ത് വരും, നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഫ് വാല്യൂ 1/√3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എ 1/√3 കിട്ടി, എഫ് ബി 1 കിട്ടി, എഫ് സി എന്ന് പറയുന്നത് -1/√3 എന്ന് കിട്ടി. സോ നമ്മൾ ബി എക്സ് മെട്രിക്സ് എന്തായിരിക്കും, ഫസ്റ്റത്തെ മെമ്പറിലെ ഫോഴ്സ് എഫ് എയിലെ ഫോഴ്സ് 1/√3, സെക്കൻഡ് മെമ്പറിലെ ഫോഴ്സ് എഫ് ബിയിലെ ഫോഴ്സ് 1, തേർഡ് മെമ്പറിലെ ഫോഴ്സ് എഫ് സിയിലെ ഫോഴ്സ് -1/√3 വരും. അതായിരിക്കും നമ്മുടെ ബി എക്സ് മെട്രിക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബി ആർ മെട്രിക്സും നമുക്ക് കിട്ടി, ബി എക്സ് മെട്രിക്സും കിട്ടി. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വലിബ്രിയം ഇക്വേഷൻ എന്നുള്ള ടേമിൽ ക്യൂ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ബി ആറും ബി എക്സും ആറും എക്സ് എന്നുള്ള രീതിയിൽ എഴുതുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ആർ എന്നുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത ഒരു സംഭവം എഴുതിയ ഇതാണ് ബി ആർ മെട്രിക്സ്, ഇതാണ് ബി എക്സ് മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. അതായത് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യുന്നതാണ്. എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിനെ ഡയഗണലി പ്ലേസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇവിടെ നമുക്ക് 3 എലിമെൻറ്റ്സ് ഉണ്ട്, എ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ 3 എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഉണ്ടാവും. ഡ്രസ്സിൻ്റെ കേസിൽ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് L/A ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L/Aൻ്റെ വാല്യൂ യൂണിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ നമ്മൾ എല്ലാ മെമ്പറിൻ്റെ L/A ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ യൂണിറ്റി എന്ന് അറിയാം. സോ ഫസ്റ്റ് മെമ്പർ എഫ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും, എഫ് ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫസ്റ്റ് മെമ്പറിൻ്റെത് എഫ് എയും സെക്കൻഡ് എഫ് ബിയും, തേർഡ് മെമ്പറിൻ്റെ എഫ് സിൻ്റെ വാല്യൂ 1 ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എഫ് എ ഈക്വൽ ടു എഫ് ബി ഈക്വൽ ടു എഫ് സി ഈസ് ഈക്വൽ ടു L/A ദാറ്റ്സ് ഈക്വൽ ടു 1. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വാല്യൂസിനെ നമുക്ക് ഡയഗണലി നമുക്ക് പ്ലേസ് ചെയ്യാം. ഈ വാല്യൂസ് നമുക്ക് ഡയഗണലി പ്ലേസ് ചെയ്യാം. ഓക്കെ, L/A 0 0 0, L/A 0 0 0, L/A 1 ആണ്. സോ എന്ത് വരും, 1 0 0 0 1 0 0 0 1 എന്നായിരിക്കും നമ്മുടെ അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോർത്ത് സ്റ്റെപ്പായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -f(x(x) ഇൻവേഴ്സ് f(x(r) ഇൻറ്റു r ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ആർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സിസ്റ്റം അനാലിസിസ് സ്ട്രക്ചറിൽ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്. നമുക്കിതിൻ്റെ ഡ്രസ്സിൻ്റെ കേസിൽ നമുക്ക് ഇക്വാലൻ ജോയിൻ ലോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഇല്ല. ഇക്വാലൻ ജോയിൻ ലോഡൊന്നും കണ്ടുപിടിക്കേണ്ട, നമ്മളെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ജോയിൻറ്റിൽ തന്നെയായിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ ജോയിനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നെ ഡയറക്റ്റ് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്കിതിൻ്റെ കേസിൽ ഇല്ല കേട്ടോ, അത് നോട്ട് ചെയ്യാം. സോ ആറിൻ്റെ വാല്യൂ നമ്മൾ x1ൻ്റെ നമ്മൾ R1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മളെ പ്രോബ്ലത്തിലുള്ള വാല്യൂ R1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ പ്രോബ്ലത്തിലെ വാല്യൂ എത്രയാണ്, R1 കറസ്പോണ്ടിങ് R1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത് അല്ലേ, ഇവിടെയാണ് നമ്മൾ R1 എടുത്തത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് P എന്നാണ് ഉള്ളത്. സോ നമ്മൾ ആർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു P ആയിരിക്കും ആർ മെട്രിക്സ്. സോ മെട്രിക്സ് R ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, P എന്നാണ് വരിക മെട്രിക്സ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി എക്സ് എക്സ് എഫ് എക്സ് എക്സും കണ്ടുപിടിക്കണം, എഫ് എക്സ് ആറും കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സ് എക്സ് എന്ന് വെച്ചാൽ ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി എക്സ്. അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ 5/3 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് 5/3 എഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നേരെ അതിന് തിരിച്ചുവിടുക, 3/5 ആയിരിക്കും വരിക എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു 3/5. ഓക്കെ, നെക്സ്റ്റ് എഫ് എക്സ് ആർ ആണെങ്കിൽ ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി ആർ ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എക്സ് ആറിൻ്റെ വാല്യൂ -1/√3 എന്ന് കിട്ടും. ഓക്കെ, -1/√3. നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -f എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ ആണ്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് 5/3 ആണ്, എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് 3/5 ആണ്. സോ -3/5 എഫ് എക്സ് ആർ എന്ന് വെച്ചാൽ -1/√3. ആർ മെട്രിക്സ് എന്ന് പറയുന്നത് പി ആണ്. മെട്രിക്സ് ആർ ഈസ് ഈക്വൽ ടു നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് പി ആണ് ക്വസ്റ്റനിൽ പി. സോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, √3 P/5 എന്നാണ് ടെൻഷൻ എന്ന് കിട്ടുന്നത്. √3 P/5 എന്ന് വരും. പോസിറ്റീവ് ആയതുകൊണ്ട് ടെൻഷൻ ആയിരിക്കും. ഈ എക്സിൻ്റെ വാല്യൂവിൻ്റെ മീനിങ് എന്താ, നമ്മുടെ റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡ് മെമ്പർ എടുത്തില്ലേ, മെമ്പർ 2 എടുത്തില്ലേ, ആ മെമ്പർ 2ലെ ഫോഴ്സ് ആണ് ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ സെക്കൻഡ് മെമ്പറിലെ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് എഫിൻ്റെ എക്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത് എക്സ് കണ്ടുപിടിച്ചാൽ ക്യൂ കണ്ടുപിടിക്കുക. ക്യൂ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ, അങ്ങനെ ചെയ്യല്ലേ. ക്യൂ ഇസ് ഈക്വൽ ടു എന്താ, ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ മെട്രിക്സ് ആണ്, എല്ലാത്തിനും മെട്രിക്സ് ഫോം ചെയ്ത എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന പോലെ എന്താണ്, ബി മെട്രിക്സ് ബി എക്സും ബി ആറും ഇൻറ്റു
ആറ് BR BX RX ഇങ്ങനെ എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. BX×X + BR×R ആണ്, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ Q മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടും. പോസിറ്റീവായിട്ടുള്ളത് ടെൻഷനും നെഗറ്റീവായിട്ടുള്ള കംപ്രഷനും. ഇതിൻ്റെ കേസിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രോ ഷിയർ ഫോഴ്സ് ഡയഗ്രോ ഒന്നും വരക്കാനില്ല. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് M മെട്രിക്സ് ഒന്നും കണ്ടുപിടിക്കാനില്ല. എന്തുകൊണ്ട്? ഇതൊരു ആക്സിയൽ ഫോഴ്സ് മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരക്കാൻ പറ്റണമെങ്കിൽ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ ഓരോ മെമ്പറിലെയും ഫോഴ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേസിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫസ്റ്റത്തെ മെമ്പറിലെ ഫോഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത് 4/5 P. അത് ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുമ്പോൾ ജോയിൻറ്റിൽ നിന്ന് ടെൻസൈൽ ഫോഴ്സ് 4/5 P എന്ന് മാർക്ക് ചെയ്യാം. അടുത്തതും ടെൻഷനാണ്. സോ ഇതും √3/5 P. ഇത് കംപ്രഷനാണ്. സോ ജോയിൻറ്റിൽ കംപ്രഷൻ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരെ നേരെ തിരിച്ചു വരും. ഇത് P/5. ഓക്കെ, ഇതായിരിക്കും അതിൽ എക്സൽ ഫോഴ്സ് ഡയഗ്രാം. അതുകൂടി അവിടെ വരച്ച് വെച്ചോട്ടോ, എക്സൽ ഫോഴ്സ് ഡയഗ്രാം കൂടി. ജോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ടെൻഷൻ ആണെങ്കിൽ ജോയിൻറ്റിൽ നിന്ന് ടെൻഷൻ, പോസിറ്റീവ് ആണെങ്കിൽ ജോയിൻറ്റിൽ നിന്ന് ടെൻഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ജോയിൻറ്റിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.